വിശുദ്ധ വേദപുസ്തകത്തിലെ നമുക്ക് പ്രത്യാശ നൽകുന്ന രണ്ട് അധ്യായങ്ങളാണ്. ഒന്ന് സങ്കീർത്തനങ്ങളിൽ നിന്നും, ഒന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും. അപ്പോൾ സങ്കീർത്തനത്തിലെ 23-ാം അധ്യായം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥ വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമത്തിൽ എന്നെ നീതിപാതകൾ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാനെന്ത് അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടിയിരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. രണ്ടാമത്തെ നമുക്ക് പ്രത്യാശ നൽകുന്ന വാക്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വിളക്കുമ്പോൾ മന്ദലക്കാരത്തി മറിയേയും മറ്റേ മറിയേയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നു. അവന്റെ രൂപം മിന്നൽ നിറത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു വിറച്ചു, മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല. ഞാൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവീൻ. അവൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് എൻ്റെ ശിഷ്യന്മാരോട് പറവീൻ. അവർ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു. അവിടെ നിങ്ങൾ അവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റ്, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ. അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന വെച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്നു, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ. വത്സ നാടുവാഴിയുടെ സന്നിധാനത്തിലെത്തി. എങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ചു, നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇതുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരുന്നു. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശുവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് എന്ന്, സ്വർഗത്തിലും ഭൂമിയിലും ചില അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ ഉണ്ടെന്ന് അരുളിച്ചെയ്തു. ഏറ്റവും ഇൻസ്പിറേഷനായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള 2 വാക്യങ്ങളാണ്. ഒന്ന്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. അതുപോലെ ക്രിസ്തു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഗലീലയ്ക്ക് പോകുവാൻ എൻ്റെ സഹോദരന്മാരോടും ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ. അവിടെ അവർ വന്ന് എന്നെ കാണുമെന്ന് പറഞ്ഞു. ഭയപ്പെടേണ്ട എന്ന വാക്ക് 2 വട്ടം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെല്ലാ കാര്യത്തിലും ഭയപ്പെടാതെ ക്രിസ്തുവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവും എന്നാണ് ഈ 2 അധ്യായങ്ങളും, ബൈബിളിലെ 2 അധ്യായങ്ങളും പറയുന്നത്. ഭയപ്പെടേണ്ട എന്ന വാക്ക് ധാരാളമായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ദിവസവും വേദപുസ്തകം വായിക്കുക. വേദപുസ്തകമായിട്ടുള്ള അറിവ് നമ്മുടെ ചാനലിൽ കൂടി പങ്കുവെക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ നല്ല ബൈബിൾ പരമായിട്ടുള്ള വീഡിയോസ് ചെയ്യണമെങ്കിൽ അതിനുള്ള സജഷൻ ചെയ്യാം. ഓക്കെ. എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിച്ചുകൊള്ളട്ടെ.